ഇത് കാണുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് പറയാനുണ്ടാവും ദൈവം എന്നെ പരീക്ഷിച്ചതാണെന്ന്. എനിക്കും തോന്നുന്നത് അങ്ങനെയാണ് ഗൈസ്, ദൈവം പരീക്ഷിച്ചതാണെന്ന് തോന്നുന്നു. റൈറ്റ് ഹാൻഡാ. എൻ്റെ കയ്യാന്ന് മനസ്സിലാവുന്ന പോലുമില്ല. പക്ഷേ പ്രതിസന്ധികൾ അത് തരണം ചെയ്യാനുള്ളതാണ് എന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്. പ്രതിസന്ധിയല്ലേ, അതല്ലേ നമുക്ക് മറികടക്കാൻ പറ്റുള്ളൂ. ബലൂണിൻ്റെ മാതിരിയുണ്ട് കൈയെല്ലാം കൂടി. കൈയിൻ്റെ വിഷ്വലും വ്യക്തമായിട്ട് കാണുന്നില്ലേ മോനെ? ദൈവത്തിൻ്റെ പരീക്ഷണം. താങ്ങാനുള്ള ആൾക്കാർക്ക് തണലുണ്ടാവുള്ളൂ എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. അതാണ് എനിക്കിപ്പോൾ ഇവിടെ ഓർമ്മ വരുന്നത്. എനിക്കാരും ഹെൽപ്പിനില്ലാത്തത് കൊണ്ട് ഈ ഒരു കൈ വെച്ചും ഞാൻ വർക്ക് ചെയ്യുന്നു. നേരെ മറിച്ച് ഹെൽപ്പിനുണ്ടെങ്കിൽ നമുക്ക് ഈ കൈയും വെച്ച് ഞാൻ അനങ്ങൂല. ഇന്നൊക്കെ ഫുഡൊക്കെ ഹോട്ടലിൽ നിന്ന് മേടിച്ചാട്ടോ. ഉച്ചക്ക് എന്താക്കുമെന്ന് അറിയില്ല, രാത്രിയൊക്കെ എന്താക്കുമെന്ന് അറിയില്ല. അപ്പോൾ പലരും പറയുന്നൊരു സംഭവമാണ്, ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളത് അവന്മാരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ പറ്റിച്ച് ജീവിക്കാന്ന് പറയുമ്പോൾ അനങ്ങാതെ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നതിനെയാണ് പറ്റിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്. ഇതിലെവിടെയാ പറ്റിപ്പ്, തട്ടിപ്പ്, വെട്ടിപ്പ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നേരത്തെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ദൈവം എന്നെ പരീക്ഷിക്കുകയാണ്, അല്ലെ ദൈവം തരുന്ന ശിക്ഷയാണെന്ന് പലരും പറയുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ കൈയും വെച്ചിട്ട് എനിക്ക് എങ്ങനെ ഫ്രെയിം ചെയ്യാൻ പറ്റും? ഇത് അത്രമേൽ വേദനയുണ്ട്, അത്രമേൽ മടക്കാൻ പോലും പറ്റുന്നില്ല. ഗുസ്തിക്കിടുന്ന ഒരു സാധനമല്ലേ, അതുകൊണ്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും എനിക്കിത് ഫ്രെയിം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ദൈവം തന്ന പരീക്ഷണമല്ല കേട്ടോ. ഞാൻ ബാക്കിയൊരു ഫ്രെയിം ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാവേ.